മെഗാ പിക്സൽ ക്യാമറ സെൻസറിനേക്കാളും നല്ലത് ഒരു 50 മെഗാ പിക്സലിന്റെ മൊബൈൽ സെൻസർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കൂ. ബേസിക്കലി എന്താ വെച്ചാൽ മെഗാ പിക്സൽ വയസ്സിൽ നമ്മൾ ഫോൺ എടുക്കേണ്ടത്. നിങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നിർത്തിക്കോ. അപ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ത് സംഭവം എന്നൊക്കെ, എങ്ങനെ നല്ല ഫോൺ എടുക്കണം എന്നൊക്കെ, ക്യാമറ ബേസ്ഡ് ഫോൺ. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നേരെ വീഡിയോ എടുക്കാം. ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെഗാ പിക്സൽ വൈസല്ലേ നമ്മളൊരു ഫോൺ എടുക്കേണ്ടത്. അതിന്റെ സെൻസർ സൈസ് വെച്ചാണ് നമ്മളൊരു ഫോൺ എടുക്കേണ്ടത്. ഒരു 200 മെഗാ പിക്സലിലെ ചെറിയ സെൻസർ ആണോ, അത് 50 മെഗാ പിക്സലിലെ വലിയ സെൻസർ ആണോ, നല്ല ഒരു 1 ഇഞ്ച് സെൻസർ ആണോ, നല്ല ക്ലാരിറ്റി തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 50 മെഗാ പിക്സലിലെ ഒരു ബിഗ് സെൻസർ ആയിരിക്കും. മീൻസ് 1 ഇഞ്ച് സെൻസർ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് ആ 1 ഇഞ്ച് സെൻസറിലേക്ക് അടിക്കും. എന്നാൽ കുറച്ച് ലൈറ്റ് നമ്മുടെ 200 മെഗാ പിക്സൽ ചെറിയ സെൻസറിലേക്ക് അടിക്കുകയുള്ളൂ. സോ അതാണ് അവിടെ ഒരു ക്ലാരിറ്റി വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നല്ലൊരു ക്യാമറ ഫോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ ഘടകങ്ങളുണ്ട്. സോ അതിലൊരു ഘടകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, സെൻസർ സൈസ്. സെൻസർ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1:1.4 സെൻസർ അത്യാവശ്യം നല്ല വലിയ സെൻസറാണ്. 1 ഇഞ്ച് ഒരു 70K മുകളിലേക്കൊക്കെ പോയാൽ വിവോയും ഷവോമിയൊക്കെ 1 ഇഞ്ച് സെൻസർ വരെയുള്ള ഓപ്ഷൻസ് അവിടെ നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എടുക്കാവുന്നതാണ് 1 ഇഞ്ച് സെൻസർ. സെൻസർ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെഗാ പിക്സലാണ്. 50 മെഗാ പിക്സലായാലും 200 മെഗാ പിക്സലായാലും ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുന്നത് 12.5 മെഗാ പിക്സലാണ്. ആൻഡ്രോയിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡിഫോൾട്ടായിട്ട് 12.5 മെഗാ പിക്സലാണ് ആൻഡ്രോയിഡ് ഫോൺ സേവ് ചെയ്യുക. എന്നാൽ ഐഫോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 മെഗാ പിക്സലാണ് അവിടെ ഔട്ട്പുട്ട് സേവ് ചെയ്തിരിക്കുക. സോ രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ 200 മെഗാ പിക്സൽ ഹൈ റെസ് ഫോട്ടോസും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. 50 മെഗാ പിക്സലിന്റെ ഫോട്ടോസും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാമറയിൽ കൊടുക്കുന്നതായിരിക്കും. മൊബൈൽ ക്യാമറയിൽ അടുത്തായിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പർച്ചർ വാല്യൂ. എത്രത്തോളം അപ്പർച്ചർ വാല്യൂ കൂടുന്നു അത്രത്തോളം ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് അടിക്കും. എത്രത്തോളം അപ്പർച്ചർ വാല്യൂ കുറയുന്നു അത്രത്തോളം ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് അടിക്കുന്നത് കുറയും. സോ അപ്പർച്ചർ വാല്യൂ മെയിനായിട്ടും f1.8 f1.6 എന്ന വാല്യൂസിലേക്കാണ് തുടങ്ങുന്നത്. എഫിലാണ് തുടങ്ങുക അപ്പർച്ചർ വാല്യൂ. സോ നിങ്ങൾ കൂടുതൽ തന്നെ എടുക്കുക. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോഗ്രാഫിക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ വാല്യൂ ഉള്ള അപ്പർച്ചർ വാല്യൂ നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നൈറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ലൈറ്റ് സെൻസറിലേക്ക് അടിക്കുകയും ചെയ്യും. മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രോസസ്സിങ്. മൊബൈൽ ഫോണിന്റെ പ്രോസസ്സിങ്. മൊബൈൽ ഫോണിന്റെ പ്രോസസ്സിങ് അനുസരിച്ചിരിക്കും നമ്മുടെ ഫോട്ടോയുടെ ഓരോ കാര്യങ്ങളും. അതിപ്പോൾ കളർ സയൻസ് ആയാലും അതുപോലെ തന്നെ ക്വാളിറ്റി ആയാലും. മൊബൈൽ നമ്മുടെ ISP ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഫോട്ടോസിലെ ക്ലാരിറ്റി കുറയാനും എക്സ്പോഷറൊക്കെ ഭയങ്കരമായിട്ട് കൂടാനും ചിലപ്പോൾ കുറയാനൊക്കെ ഉള്ള കുറേ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ എത്തിയിരിക്കണ ISP ആണ് തീരുമാനിക്കുന്നത്. സോ ഈ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ISP തന്നെയാണ്. നമ്മുടെ വിവോ X300 പ്രോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പ്രീ പ്രോസസ്സിങ്ങിനും പോസ്റ്റ് പ്രോസസ്സിങ്ങിനുള്ള ചിപ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ കൊണ്ട് പ്രോസസ്സ് ചെയ്താലാണ് വിവോയ്ക്ക് അവിടെ ക്യാമറക്കിങ് ആവാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ എടുക്കുന്ന ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കുറേ ക്യാമറ സാമ്പിൾസ്, റിവ്യൂസിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ അവർ നൽകുന്നുണ്ടാവും. സോ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സയൻസ് ആണ്, സ്ക്രീൻ ടോണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് നോക്കുക. ഒരു 40K മുകളിലൊക്കെ പോയാൽ ഇപ്പോൾ 37K പോലും 1080p വീഡിയോ റെക്കോർഡിംഗ് കൊടുക്കുന്ന കുറേ ഫോൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓൺലൈൻ ഫോൺസ് അല്ല, ഓഫ്ലൈൻ ഫോൺസ് ആണ്. സോ അതിലൊന്നും പോയി ചാടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറ ഫോൺസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് വിവോ എന്ന ബ്രാൻഡ് ആയിരിക്കും. സോ വിവോ എടുക്കേണ്ടവർ വിവോ എടുക്കുക. വിവോ മാത്രമല്ല ഇവിടെ ക്യാമറയ്ക്ക് ഉള്ളത്, വേറെ കുറേ ബ്രാൻഡ്സ് നൽകുന്നുണ്ട്. സോ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പോവുക. ഇനി കുറച്ച് നല്ല ക്യാമറ ഫോണിൻ്റെ സീരീസ് നോക്കുകയാണെങ്കിൽ വിവോയുടെ X സീരീസ്, അതുപോലെ തന്നെ വിവോയുടെ തന്നെ V സീരീസ്, ഒപ്പോയുടെ ഫൈൻഡ് X സീരീസ്, അതുപോലെ തന്നെ റിയൽമിയുടെ നമ്പർ സീരീസ്. ഈ ഫോൺസൊക്കെ ക്യാമറയിൽ പേര് കേട്ട പുലികളാണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.